കാലവർഷം ശക്തിപ്പെടുകയാണ്. കണ്ണൂരും കാസർഗോഡും കോഴിക്കോടും ഇന്ന് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. കനത്ത മഴയിൽ കണ്ണൂരിൽ കെട്ടിടവും മതിലും തകർന്നു. തളാപ്പ് LIC റോഡിലാണ് കെട്ടിടം തകർന്നു വീണത്. CK വിജയൻ വിവരങ്ങളുമായി. വിജയൻ, ഈ മഴക്കാലത്ത് ഒരുപക്ഷെ നമുക്ക് ഏറ്റവും ആദ്യം ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്ന കാഴ്ചയാണ്. അത് ഇന്നലെ തൊട്ട് നമ്മൾ പലയിടത്ത് കാണുന്നുണ്ട്. കണ്ണൂരിൽ എന്താണ് സംഭവിച്ചത്? പഴക്കമുള്ള കെട്ടിടമാണോ? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഒരുപാട് പഴക്കമുള്ള കെട്ടിടമാണ്. ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാകും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ നഗരത്തിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഇടവഴിയാണ് ഇത്. കണ്ണൂരിലെ കാർഷിക വികസന ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും LIC വഴി വരുന്ന LIC റോഡിലേക്ക് ചേരുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ ഭാഗത്താണ് ഈ കെട്ടിടമുള്ളത്. ഇതാണ് ഇന്ന് ഒരു അരമണിക്കൂർ മുൻപ് തകർന്നു വീണത്. വലിയ ശബ്ദത്തോടു കൂടിയാണ് ഇത് തകർന്ന് നിലംപതിച്ചത് എന്നാണ് ഈ സമീപവാസിയായ ആൾക്കാരെല്ലാം തന്നെ പറയുന്നത്. പക്ഷേ കെട്ടിടത്തിനകത്ത് ആൾക്കാർ താമസമോ ഒന്നുമില്ല. അതിനടുത്തൊരു സർവീസ് സെന്റർ ഉണ്ട്. വാഹനങ്ങളുടെ പെയിന്റ് അടിക്കുന്നത് ഉൾപ്പെടെയുള്ള അതിൻ്റെ മെഷീനറികൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ തകർന്ന റോഡിലേക്ക് കല്ലും ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കും ഇടയിലൂടെ കാണാം. ഏതെങ്കിലും രീതിയിൽ ആൾക്കാർ ഇതിലൂടെ പോകുന്നവർ അതിൽ പെട്ടുപോയിട്ടുണ്ടോ എന്നൊരു ആശങ്കയാണ് ഈ സർവീസ് സെന്ററിൽ ജോലി ചെയ്യുന്ന മുജീബ് അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ചപ്പോൾ ഒരു ആശങ്കയാണ് പങ്കുവച്ചത്. പക്ഷേ അത്തരത്തിൽ ആൾക്കാരുണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് ഈ പ്രാഥമികമായ നോട്ടത്തിൽ തന്നെ പോലീസിനും ഫയർഫോഴ്സിനും ഒക്കെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഇത് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് പ്രധാനപ്പെട്ട തടസ്സം എന്ന് വെച്ചാൽ ഇതിലൂടെ ഇലക്ട്രിക് ലൈനുകളും അതോടൊപ്പം തന്നെ ഈ ടെലിവിഷൻ കേബിളുകളും എല്ലാം തന്നെ പോകുന്നുണ്ട്. അത് മാറ്റിയാൽ മാത്രമേ, അതിപ്പോൾ വൈദ്യുതി ലൈൻ ഓഫ് ചെയ്തിട്ടുണ്ട്, ഇത് മുറിച്ചു മാറ്റിയാൽ മാത്രമേ ഇവിടെയുള്ള ഈ അവശിഷ്ടങ്ങളെല്ലാം തന്നെ നീക്കാൻ വേണ്ടി കഴിയൂ. അപ്പോൾ മാത്രമേ അദ്ദേഹം നേരത്തെ പറഞ്ഞ ഒരു ആശങ്ക പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടി കഴിയൂ. കണ്ണൂർ നഗരത്തിൽ രാവിലെ മുതൽ തന്നെ അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. ആ മഴയ്ക്ക് ഒപ്പമാണ് ഇപ്പോൾ ഈ കെട്ടിടം തകർന്നു വീഴുകയും അത് ഈ മതിലിൽ പതിച്ച് മതിലുൾപ്പെടെ റോഡിലേക്ക് പതിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ റോഡിലേക്കൂടെയുള്ള ഈ ഒരു ചെറിയ റിംഗ് റോഡാണ്. ഈ റോഡിലുള്ള ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. ഫയർഫോഴ്സ്, അതോടൊപ്പം തന്നെ KSEBയുടെ ആൾക്കാർ, പോലീസ്, മറ്റ് നാട്ടുകാരെല്ലാം തന്നെ തയ്യാറായി ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് മുറിച്ചു മാറ്റിയാൽ, ഈ കേബിൾ ഇവിടെ നിന്ന് അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് നീക്കം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഇപ്പോൾ ഗോവണികളും മറ്റുമായി വന്ന് ആൾക്കാർ കേബിൾ അഴിക്കുന്നതിനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ശ്രീജ, എന്തായാലും പഴയ കെട്ടിടങ്ങൾ ആശങ്കയായി എല്ലാ സ്ഥലത്തും തുടരുന്നു എന്നതിൻ്റെ ഏറ്റവും ഒരു ഒടുവിലത്തെ ഉദാഹരണം എന്ന രീതിയിൽ പറയാം. ഒരു മഴ ശക്തമായി പെയ്യുമ്പോഴേക്കും തകർന്നു വീഴാവുന്ന കെട്ടിടം നമ്മൾക്ക് ചുറ്റുമെല്ലാം തന്നെ ഉണ്ട് എന്നുകൂടി ഈ തളാപ്പിലെ അനുഭവം ഓർമ്മിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും അതെ. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധയോടെ ഇത്തവണ കരുതേണ്ടി വരിക ഇതായിരിക്കും. ശക്തിയായ മഴയാണ്. മുമ്പത്തെയൊക്കെ പോലെ കുറച്ചു നേരം നീണ്ടു നിൽക്കുന്ന മഴയല്ല ഇപ്പോൾ പെയ്യുന്നത്. ഒരു പ്രദേശത്ത് വളരെ ശക്തിയായ മഴ, കുറച്ചു സമയമാണെങ്കിലും അതിശക്തമായ മഴ, ഈ രീതിയിലൊക്കെയാണ്. അപ്പോൾ കെട്ടിടങ്ങൾ, പഴക്കം ചെന്ന കെട്ടിടങ്ങൾ, കടപുഴകാറായ മരങ്ങൾ, ഇതിലേക്കൊക്കെ ശ്രദ്ധ വേണ്ട ഒരു സമയമാണ് എന്ന് നമുക്ക് കഴിഞ്ഞ 2-3 ദിവസത്തെ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ കാണുന്നത് ആ കെട്ടിടം പാടെ തകർന്നു വീണിരിക്കുന്നു. മതിലും തകർന്നിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്നുള്ള ചില പ്രതികരണങ്ങൾ കേൾക്കാം. ഇതിപ്പോൾ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിപ്പോൾ സംഭവിച്ചിട്ട് ഞാനൊരു സൗണ്ട് കേട്ടപാട് വന്നതാണ്. വന്ന് നോക്കുമ്പോൾ ഇത് ഭയങ്കരമായ ഇവിടെ പുകയെല്ലാം ഇരുന്നിട്ട് ഞാൻ പെട്ടെന്ന് ഓടിയിട്ട് അങ്ങോട്ട് നോക്കിയിരുന്നു. പക്ഷേ അവിടെ ലൈനിൻ്റെ പ്രശ്നം കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. ഞാൻ പുറത്ത് വന്ന് പിന്നെ അപ്പാടെ ഇവിടുന്ന് വാച്ച്മാനോട് പറഞ്ഞ് ഇത് എത്രയും പെട്ടെന്ന് ലൈൻ ഓഫ് ആക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞു. അപ്പോൾ ആള് താമസിക്കുന്ന കെട്ടിടമാണോ? ആള് അതിൻ്റെ ഉള്ളിൽ സർവീസിൻ്റെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. അതും ചോദിച്ചു. അപ്പോൾ അവർ ആരും ഇല്ലയെന്ന് പറഞ്ഞു. എന്ത് സർവീസ്? അവിടെ വണ്ടീൻ്റെ സർവീസ് ചെയ്യുന്ന ബിൽഡിംഗ് ആണ്. അതിൻ്റെ മെഷീൻ അടക്കം ഇങ്ങോട്ടേക്ക് താണിട്ടുണ്ട്. ഇതിലൂടെ ബൈക്ക് വാഹനങ്ങൾ നിരന്തരം പോകുന്ന ആൾക്കാർ ഇപ്പോൾ ഉണ്ടോ എന്നുള്ളത് ഇത് എത്രയും പെട്ടെന്ന് കോർപ്പറേഷൻ അധികൃതർ മാറ്റിയാലേ പറയാൻ പറ്റും. ആൾക്കാർ നടന്നു പോകുന്ന അമ്മാതിരി മഴയാണ് പെയ്തത്. ആ മഴക്കാണ് ഞാൻ ഓടി വന്നത്. ഓക്കെ, വേറെ ആരും ഇവിടെ വന്നില്ല. ഞാൻ പെട്ടെന്ന് വന്ന് നോക്കുമ്പോൾ ഇന്ന് സംഭവിച്ച് കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. ഇനി അതിൻ്റെ ഉള്ളിൽ ഉണ്ടോ അകപ്പെട്ടിനൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സാധാരണ രീതിയിൽ ആൾക്കാരുള്ള കെട്ടിടമാണോ പ്രവർത്തിക്കുന്നത്? ഇത് കുറേ സർവീസ് സെന്ററിൽ പ്രവർത്തിക്കുന്നത്. വിജയൻ തുടരുന്നുണ്ട്. വിജയൻ, ആ ഭാഗത്തുകൂടി ആളുകൾ പോകുന്നതാണ്. ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനിടയിൽ അങ്ങനെ ആരെങ്കിലും പെട്ടതായിട്ടുള്ള സൂചനകളൊന്നും ഇല്ലല്ലോ അല്ലേ? നിലവിൽ എങ്ങനെയാണ് ഇപ്പോൾ ആ പ്രദേശത്ത് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത്? ഇല്ല, അങ്ങനെ പ്രത്യക്ഷത്തിൽ ഏതെങ്കിലും രീതിയിൽ ആൾക്കാർ ഇതിൽ പെട്ടു എന്ന ഒരു തോന്നൽ ഇല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തെളിവുമില്ല. ഏതെങ്കിലും രീതിയിലുള്ള ശബ്ദമോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഒരുപക്ഷെ ഒരു വാഹനമോ മറ്റോ ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗങ്ങളൊക്കെ കാണേണ്ടതാണ്. കാരണം അങ്ങനെ പൂർണ്ണമായും മൂടിപ്പോയൊരവസ്ഥയിലല്ല ഉള്ളത്. കല്ലിന്റെ ഇടയിലൂടെ കാഴ്ചകളും എല്ലാം തന്നെ ഉണ്ട്. പ്രാഥമികമായി ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ KSEBയുടെ ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഈ അത്തരത്തിലുള്ളൊരു പരിശോധന ആദ്യഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ സമയങ്ങളിൽ അങ്ങനെ ഒരുപാട് പേർ തുടർച്ചയായി അല്ലെങ്കിൽ തുടർന്ന് യാത്ര നടക്കുകയോ
അല്ലെങ്കിൽ ഗതാഗതത്തിന് ഉപയോഗിക്കുകയോ ചെയ്യുന്ന ഒരു വഴിയല്ല, ഒരു റിംഗ് റോഡാണ്. ഈ ഭാഗത്തേക്ക് വരാനുള്ള ആൾക്കാർ മാത്രം ഇതിലൂടെ നടന്നു പോവുകയും വാഹനങ്ങളിൽ വരികയും ചെയ്യുന്നതാണ്. പിന്നെ മാത്രമല്ല രാവിലെ ആയതുകൊണ്ട് തന്നെ അത്ര വലിയ ശക്തമായ രീതിയിലുള്ള ഗതാഗതം ഉള്ള ഒരു സ്ഥലവുമല്ല. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് ഏതെങ്കിലും ആൾക്കാർ ഇതിനകത്ത് പെട്ടിട്ടുണ്ട് എന്ന് അങ്ങനെ സംശയിക്കുക വയ്യ. പക്ഷേ അതിനുള്ള ഒരു സാധ്യതയാണ് അദ്ദേഹം നേരത്തെ നമ്മളോട് പറഞ്ഞത്. ഏതായാലും ഈ കേബിൾ അഴിച്ചു മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ JCB മറ്റും ഉപയോഗിച്ച് ഇവിടെ ഇതിന്റെ മറ്റു പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും എന്നാണ് തോന്നുന്നത്. കൗൺസിലർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ എത്തി ഈ ശ്രമങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നതിന് വേണ്ടിയുള്ള ആലോചനകളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കേബിൾ മുറിച്ചു മാറ്റി കഴിഞ്ഞാൽ അല്പസമയത്തിനകം തന്നെ ഈ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കഴിയും. പക്ഷേ എങ്കിൽ കൂടിയും ഒരു ഇത്തരത്തിൽ പറഞ്ഞ സ്ഥിതിക്ക്, അങ്ങനെയുള്ളൊരു സാധ്യത പറഞ്ഞ സ്ഥിതിക്ക് അതുകൂടി ഇപ്പോൾ ഇവരുടെ എല്ലാം തന്നെ മനസ്സിലുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇത് നീക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്.